DD ടോക്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ധനകാര്യം, നിയമം, പൊതുഭരണം മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യും. 50 വകുപ്പ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്താലും കുഴപ്പമില്ല. മുഖ്യമന്ത്രിക്ക് ഒരു പ്രൊറോഗേറ്റീവ് ഉള്ളതല്ലേ? വകുപ്പ് വിഭജനത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് സ്വന്തം തീരുമാനങ്ങൾ എടുക്കാവുന്നതല്ലേ ഉള്ളൂ. അതല്ലേ നാട്ടു നടപ്പും അത് തന്നെയല്ലേ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ അദ്ദേഹത്തിന് ബാർ ചെയ്യുന്നില്ലല്ലോ. മന്ത്രി പറഞ്ഞ പോലെയല്ല കറണ്ട് വന്നിട്ട് ഓപ്പറേഷൻ നടത്തിക്കൊണ്ടെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ സർജറി ചെയ്യുമ്പോൾ ഒരു കറണ്ട് പോയാൽ എന്ത് ചെയ്യും? രോഗി പോയില്ലേ? വളരെ ആംബുലൻസ് അതിവേഗതയിൽ ട്രാഫിക്കെല്ലാം ക്ലിയർ ചെയ്തിട്ട് നേരെ തിയേറ്ററിലേക്ക് ആളെ സ്ട്രെച്ചറിൽ കൊണ്ടുപോകുമ്പോൾ വെയിറ്റ് പവർ കട്ട് കഴിയട്ടെ എന്ന് മന്ത്രി പറഞ്ഞ പോലെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അതിന് മുഖ്യമന്ത്രിയുടെ മറുപടി ഉണ്ട്. അദ്ദേഹം പറയുന്നത് ഒരു സർക്കാർ വന്നിട്ട് ഒരു മാസം കൊണ്ട് എന്നാൽ പിന്നെ എല്ലാവരും കറണ്ട് കട്ടിലേക്ക് വിടാം എന്ന് ഒരു സർക്കാരിനെ കൊണ്ട് പറ്റുമോ? വഖഫ് ഒരു ഇസ്ലാമിക മതവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആ വിശ്വാസമാണ് വഖഫിലേക്ക്, പ്രോപ്പർട്ടിയിലേക്ക് എത്തിക്കുന്നത്. അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യം കൈകാര്യം ചെയ്യുന്നത് ആ മതവിഭാഗത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കണം. മുസ്ലിം ലീഗിനെ കുറിച്ച് ആരോപിക്കുന്നത് എന്തായിരിക്കും അവരുടെ മോട്ടീവ് എന്ന് ഇടതുപക്ഷം വിചാരിക്കുന്നത്? അധികാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ ലിമിറ്റഡ് കമ്പനിയാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ്. ആ പേര് കൂടി മാറ്റേണ്ട സമയം കഴിഞ്ഞു എന്നാണ്. അത് ഈ മന്ത്രിസഭയ്ക്കെതിരെയുള്ള എല്ലാ ആരോപണങ്ങൾക്കും ആകെ ഒരാഴ്ചയുടെ ആയുസേ ഉള്ളൂ. അടുത്ത ബുധനാഴ്ച വന്ന് മുഖ്യമന്ത്രി എക്സ്പ്ലെയിൻ ചെയ്യും തീരും. ഏറ്റവും കൂടുതൽ കേരളത്തിൽ മുഖ്യമന്ത്രിമാരുടെ പത്രസമ്മേളനം കണ്ടിരുന്നത് എപ്പോഴാണ്? പിണറായിയുടെ പത്രസമ്മേളനം കോവിഡ് സമയത്ത്, എല്ലാ പ്രളയ സമയത്ത് ലോക്കപ്പിൽ കൊണ്ടുപോയിട്ടായിരുന്നു ഞങ്ങൾ 5 പേരെ നമ്മുടെ വാരിയിൽ ഒടിഞ്ഞു. അന്ന് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇടി മുഴുവൻ കഴിഞ്ഞ് തകർന്ന് ഇതെല്ലാം ചെവി ഇങ്ങനെ 2 കൈ കൊണ്ടാണ് ചെവി പൊത്തിയടിച്ച് ഡയഫ്രം പൊട്ടി. ഇടതുപക്ഷത്തിന് ഈ പൾസ് മനസ്സിലാക്കുന്നിടത്തിൽ എന്തെങ്കിലും പിഴവുണ്ടോ? ഇന്നത്തെ കാലത്തിനനുസരിച്ചുള്ള ഒരു സംഘടനാ പ്രചരണ രീതികളിലേക്ക് ഞങ്ങൾ അതിവേഗതയിൽ തന്നെ മാറേണ്ടതുണ്ട്.